തെറാപ്പിയുടെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും കുറച്ച് സമയം കണ്ടെത്തണമെന്നും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ആ സമയം ചെയ്യണമെന്നും പറയാറുണ്ടെങ്കിലും ചില ജീവിതങ്ങൾ എപ്പോഴും സർവൈവൽ മോഡിലാണ്. ഇന്ന് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതാവും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സെൽഫ് ലവ്. ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എക്സ്പെക്ടേഷൻസ്, സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രഷർ, ജോലിയുടെ സ്ട്രെസ്, ഇങ്ങനെ എല്ലാം കൂടെ വേട്ടയാടുന്ന ഒരു മനുഷ്യന് എങ്ങനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ദിവസവും കാണുകയും ഇടപഴകുകയും ചെയ്യുന്ന മനുഷ്യരിൽ ഒരാളെങ്കിലും ജീവിതത്തോട് ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കും. ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ അച്ചീവ്മെന്റായി കാണുന്നവരായിരിക്കും. അതുകൊണ്ട് മറ്റൊരാളോട് ഇടപഴകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു കമന്റ് കാരണം ഒരു മനുഷ്യന് ഉറങ്ങാൻ പറ്റാതെ പോവുകയും നമ്മൾ പറഞ്ഞ ഒരു തമാശ കാരണം ജീവിതത്തിൽ ഒരിക്കലും കണ്ണാടി നോക്കാനുള്ള കോൺഫിഡൻസ് കിട്ടാതെ പോവുകയും നമ്മുടെ ഒരു വാക്കുകൊണ്ട് മനസ്സിന്റെ ഏതോ കോണിൽ ഉറങ്ങിക്കിടന്ന ഒരു ട്രോമ ആ മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങാനും നമ്മൾ കാരണമാവില്ലെന്ന് സ്വയം തീരുമാനിക്കേണ്ട